അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മറ്റൊരു പ്രതീക്ഷയായിരുന്നു സൂപ്പർ കപ്പ് എന്നുള്ളത്. ഏതായാലും ആ ഒരു സൂപ്പർ കപ്പിന്റെ പ്രതീക്ഷയും കഴിഞ്ഞ ദിവസം അന്തിമമിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ 2-1 എന്ന മാർജിൻ സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC പരാജയപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും എനിവേ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ കഴിഞ്ഞ ദിവസത്തെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരായുള്ള സൂപ്പർ കപ്പ് മത്സരത്തിലെ ആ ഒരു തോൽവിക്കിടയാക്കിയ 3 കാരണങ്ങളാണ്. ഏതായാലും ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു 3 കാരണങ്ങളാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആ ഒരു തോൽക്കാനിടയായിട്ടുള്ള 3 കാരണങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുവാൻ ശ്രമിക്കുക. എല്ലാം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഏതായാലും ആദ്യത്തെ ഒരു പോയിന്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിയുടെ ഇന്നലത്തെ ഡിഫൻസ് നിര തന്നെയാണ്, അഥവാ ഡിഫൻസിലെ പിഴവുകൾ തന്നെയാണ്. ഡിഫൻസിലെ സൂപ്പർ താരങ്ങളായിട്ടുള്ള ഹോർമിപ്പാങ് കൂടാതെ മിലോസ് ട്രിൻറ്റിസ്, നവോച്ച സിംഗ് എന്നിവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ സാധാരണ ISLലൊക്കെ നമുക്ക് മികച്ച പെർഫോമൻസ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സൂപ്പർ കപ്പിലേക്ക് വരുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും വളരെ ദയനീയകരമായ പ്രകടനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും മിലോസിന്റെയും ഹോർമിപ്പാമിന്റെ ഭാഗത്ത് നിന്നൊക്കെ എന്തിനോ വേണ്ടി കളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു മത്സരം തോറ്റാലും എങ്ങനെയൊക്കെ ഈ ഒരു ടീം തോറ്റു കഴിഞ്ഞാലും പുതിയ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയുടെ മേഖലയിലേക്ക് അഥവാ അദ്ദേഹത്തിന്റെ ദേഹത്തേക്കായിരിക്കും എല്ലാവരും കയറുക. ഈ ഒരു പരിശീലകന് കീഴിൽ ഇവർ നല്ല രീതിയിൽ കളിക്കുന്നില്ല എന്നും അവരുടെ മികച്ച പെർഫോമൻസ് ഒന്നും അവർക്കൊന്നും പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഈ ഒരു ഡേവിഡ് കാറ്റാല എന്നുള്ള ഈ ഒരു സ്പാനിഷ് പരിശീലകൻ നല്ല രീതിയിൽ തന്നെ ഇവരെല്ലാവരുടെയും ട്രെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ട അഥവാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിസൾട്ട് കളിക്കാരുടെ ഭാഗത്ത് അഥവാ പ്ലേയേഴ്സിന്റെ ഭാഗത്തു നിന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു അവസാനത്തെ മത്സരത്തിൽ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ക്യുക്കായിക്കൊണ്ട് ഫോർമേഷൻ മാറ്റാൻ കൽപ്പുള്ളതും കൂടാതെ തന്നെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാൻ കൽപ്പുള്ളതുമായ ഡേവിഡ് കാറ്റാല എന്നുള്ള ഈ ഒരു പരിശീലകന് കീഴിൽ ഈ ഒരു താരങ്ങളെല്ലാം ഇങ്ങനെയൊന്നുമല്ല കളിക്കേണ്ടതെന്ന് ഈ ഒരു അവസാനത്തെ മത്സരം കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഇനി ഒരു മത്സരം തോൽക്കാനിടയായിട്ടുള്ള രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ താരങ്ങളുടെ ഡിഫറൻസ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെയും ഇന്ത്യൻ താരങ്ങളെ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയേക്കാൾ ഫാർ ബെറ്റർ ആയിട്ട് നമുക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരങ്ങളെ തന്നെ തോന്നിപ്പോകുന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ സൂപ്പർ കപ്പ് മത്സരത്തിൽ നമ്മൾ ഇത്രയും കാലം കാണാത്ത അഥവാ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ റിസർവ് ടീമിൽ വരെ കളിക്കുന്ന താരങ്ങൾ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലേയിങ് സ്റ്റൈൽ പിച്ചിൽ കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇന്ത്യൻ താരങ്ങൾക്ക് അവർ പ്രാധാന്യവും നൽകുന്നില്ല. കൂടാതെ തന്നെ അവരെ വലിയ രീതിയിൽ വളർത്തിയെടുക്കാനും ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, കേരള ബ്ലാസ്റ്റേഴ്സ് FC ലൂണയൊക്കെയുള്ള എല്ലാ ഫോറിൻ പ്ലേയേഴ്സിനെ വെച്ചുമാണ് ഈ ഒരു രണ്ടാമത്തെ സൂപ്പർ കപ്പ് മത്സരം കളിച്ചിട്ടുള്ളത്. പക്ഷേ അതേസമയം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നോക്കുകയാണെങ്കിൽ അവർ ഫുള്ളായിട്ട് ഒരു ഇന്ത്യൻ സ്ക്വാഡായിരുന്നു. ആ ഇന്ത്യൻ സ്ക്വാഡിലുള്ള താരങ്ങളെല്ലാം എത്ര വൃത്തിയായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിനെ ഫോറിൻ പ്ലേയേഴ്സിനെയൊക്കെ ബീറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇനി അങ്ങോട്ട് ഇന്ത്യൻ പ്ലേയേഴ്സിനെ നല്ല രീതിയിൽ ഒന്ന് പ്രാധാന്യം നൽകുകയും അവർക്ക് നല്ല നല്ല അവസരങ്ങൾ കൊടുക്കുകയും അവരെ വളർത്തിയെടുക്കുകയും ചെയ്യണം എന്നുള്ളത് എന്തായാലും എൻ്റെ മാത്രമല്ല ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ്റെ ഒരു റിക്വസ്റ്റ് തന്നെയാണ്. ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC തോൽക്കാൻ ഇടയായിട്ടുള്ള കാരണമായി നമ്മൾ പറയാൻ പോകുന്നത്. മൂന്നാമത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ആ ഒരു ചാൻസ് ക്രിയേഷനുകളും കൂടാതെ തന്നെ അവരുടെ സ്ട്രൈക്കർ എങ്ങനെ കളിക്കുന്നു നമ്മുടെ സ്ട്രൈക്കർ എങ്ങനെ കളിക്കുന്നു എന്ന തരത്തിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മൂന്നാമതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതായാലും ആ ഡിസ്കസിലേക്ക് കിടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയേക്കാൾ കൂടുതൽ അവസരങ്ങൾ അഥവാ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നല്ല നല്ല അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ അത് ഗോളാക്കി മാറ്റാനും ശ്രമിച്ചു, അല്ലെങ്കിൽ ഒരു ഓൺ ടാർഗറ്റിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് FC നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് നല്ല നല്ല അവസരങ്ങൾ അഥവാ ജീസസ് ജിംനിസ് എന്നുള്ള ആ ഒരു സ്ട്രൈക്കർക്ക് വളരെ നല്ല അവസരങ്ങളൊക്കെ ഓപ്പൺ ചാൻസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് ഒരു ഗോളാക്കി മാറ്റാൻ കഴിയാത്തൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഒരുപാട് അവസരങ്ങളാണ് ജീസസിന് മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നത്, പക്ഷേ അദ്ദേഹത്തിന് അത് ഗോളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ നോഹ സദോ എന്നുള്ള ആ ഒരു മൊറോക്കൻ സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്കൂൾ അഥവാ ഈ ഒരു ടീം മുന്നോട്ട് പോവുകയുള്ളൂ എന്ന തരത്തിലേക്ക് ആയിട്ടുണ്ട് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ക്ലബ്ബ് എന്നുള്ളത്. കാരണം നോഹയാണ് ഈ ഒരു മത്സരം അഥവാ ഈ ഒരു സീസൺ എടുത്ത് നോക്കിയാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും ബെറ്ററായി കളിക്കുന്ന ഒരു താരം എന്നുള്ള നോഹ സദോ എന്നുള്ള ആ ഒരു താരം തന്നെയാണ്. ആ ഒരു താരം എല്ലായിടത്തും എത്തിപ്പെടണമെന്നില്ല. അഥവാ സപ്പോസ് പെട്ടെന്ന് ആ ഒരു താരത്തിന് പരിക്ക് പറ്റുകയാണെങ്കിൽ ഇനി എന്താവും കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ള അടുത്തൊരു വഴി എന്നുള്ളത് സംശയിക്കേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു താരത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കളിക്കുന്ന ആ ഒരു രീതി മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ കളി കണ്ടപ്പോൾ സഹൽ അബ്ദുൽ സമദ് എന്നുള്ള ആ ഒരു താരത്തെ ഒരു കാരണവശാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC വിട്ട് കളയാൻ പാടില്ലായിരുന്നു എന്നുവരെ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും തോന്നിപ്പോയിട്ടുണ്ടാവും ഒരു നിമിഷം. ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ലൂണ ഇല്ലാത്ത ഒരു ടീമിനെ കുറിച്ച് തന്നെയാണ്. ഇന്നലെ നമ്മൾ കണ്ടാൽ മനസ്സിലാവും ആ ഒരു മത്സരത്തിൽ ഫൈനൽ തേർഡിലേക്ക് പന്ത് അഥവാ ബോൾ അവസരം കൂടുതൽ എത്താത്തൊരവസ്ഥ നമുക്ക് കണ്ടതാണ്. പക്ഷേ ലൂണ നിലവിൽ വലിയ രീതിയിൽ ഫോമൊന്നും അല്ലെങ്കിലും അദ്ദേഹം ഉണ്ടെങ്കിൽ ആ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫൈനൽ തേർഡിലേക്കെങ്കിലും കുറച്ച്
കുറച്ച് പന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്യൂട്ടി കൊണ്ട് അദ്ദേഹം എത്തിക്കുന്ന ഒരു കാഴ്ച നമുക്ക് എല്ലാ മത്സരത്തിലും കാണാൻ സാധിക്കാറുണ്ട്. ഏതായാലും നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റുന്നു. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. ഏതായാലും എനിവേ ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഫാർ ബെറ്റർ ആയിക്കൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ഇന്ത്യൻ പ്ലേയേഴ്സ് എല്ലാം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കിട്ടിയ ചാൻസുകളെല്ലാം മുതലാക്കി എന്ന് വേണം നമുക്ക് പറയാൻ. ഏതായാലും ഈ ഒരു സ്കോഡ് വെച്ച് തീർച്ചയായിട്ടും ഈ അടുത്ത ISL സീസണിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബ്ലാസ്റ്റേഴ്സ് എത്രയും പെട്ടെന്ന് തന്നെ പുറത്താവാനുള്ള ചാൻസ് കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു മത്സരത്തെക്കുറിച്ച് അഥവാ കഴിഞ്ഞ ദിവസത്തെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISL കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളും അനാലിസിസ് വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.